ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ ബാലേന്ദ്രനെ കാണാൻ വേണ്ടിയിട്ട് കൃഷ്ണ ഹോസ്പിറ്റലിൽ എത്തുകയും അവിടെ വെച്ച് അമ്മയ്ക്ക് അച്ഛനെ കാണണമായിരുന്നു എന്ന് പറയുമ്പോൾ ബാലേന്ദ്രൻ ദേഹത്ത് വെച്ചിരുന്ന ആ വയറുകളൊക്കെ ഊരി വലിച്ചെറിയാണ് കേട്ടോ. ഈ അവസ്ഥയിൽ തന്നെ അവളോട് എന്നെ കാണാൻ വേണ്ടിയിട്ട് പറ എന്ന് പറയുമ്പോഴേക്കും സിസ്റ്ററും കൃഷ്ണമോളൊക്കെ കൂടി പിടിച്ച് കിടത്താണ് കേട്ടോ. അതിനുശേഷം കൃഷ്ണ പറയുന്നുണ്ട്, അച്ഛൻ ഞാൻ വെറുതെ പറഞ്ഞതാ, അച്ഛൻ അമ്മയെ കാണണ്ട എന്ന് പറഞ്ഞ് ശാന്തനാക്കിയിട്ട് ഒരു ഗുളികയൊക്കെ കൊടുക്കുകയാണ് കേട്ടോ. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ അലീനയുടെ ഭാഗമാണ്. അവിടെയാണെങ്കിൽ ബബിത കാമുകനെ വിളിച്ചു വരുത്താണ് കേട്ടോ, അച്ഛനും അമ്മയും ഇല്ലാത്ത സമയത്ത്. അപ്പോൾ ഫ്രണ്ട്സിനെ വിളിക്കുന്ന ആ ഒരു ശബ്ദം കേട്ടിട്ട് നമ്മുടെ അലീന അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ബബിത ഇന്ന് കോളേജിൽ പോയിട്ടില്ലായിരുന്നോ? ഇല്ല, ഇന്ന് ഞാൻ ലീവ് എടുത്തു. ഞാൻ വിചാരിച്ച പോയെന്നാ, നീ സംസാരിക്കുന്നത് കേട്ടപ്പോഴാ പോയില്ലെന്ന് മനസ്സിലായത് എന്ന് പറയുമ്പോൾ എനിക്ക് നല്ല സുഖമില്ലായിരുന്നു. അയ്യോ, എന്തു പറ്റി? ഞാൻ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്തു തരണോന്ന് അലീന ചോദിക്കുമ്പോൾ ഒരു ഹെൽപ്പ് വേണ്ട, എനിക്ക് കുറച്ച് സ്വൈര്യം താ എന്ന് പറയണേ. അപ്പോൾ അലീന അങ്ങ് പോകുന്ന ആ ഒരു നേരത്ത് തന്നെ അമല് കയറി വരികയാണ് കേട്ടോ. പിന്നെ കണ്ടതും ഭയങ്കര റൊമാൻസ് ആണ് കേട്ടോ. അത് കണ്ട് വീണ്ടും അലീന എത്താണ്. അപ്പോഴേക്കും ബബിത പറയുന്നുണ്ട്, ഓ വരുന്നുണ്ട് സ്പൈ ചാരത്തി എന്ന് പറഞ്ഞ് നിൽക്കുമ്പോഴേക്കും അലീന വന്നിട്ട് ചോദിക്കും, ബബിതേ ഇതാരാ? ഇതെന്റെ ഫ്രണ്ടാ. ഫ്രണ്ടിനെ കാണാനാണോ ഇന്ന് ക്ലാസ് കട്ട് ചെയ്തത്? ഇതൊക്കെ ചോദിക്കാൻ നീ ആരടി? പോടി എന്ന് പറയണേ. ആ പറയുന്നതും കേട്ട് നമ്മുടെ അലീനയാണെങ്കിൽ നേരെ മുത്തശ്ശിയുടെ അടുത്തേക്ക് പോട്ടോ. മുത്തശ്ശിക്ക് അലീനയുടെ മുഖം കണ്ടപ്പോഴേ എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന് മനസ്സിലാവുകയും അലീനയോട് കാര്യങ്ങൾ ചോദിക്കുകയും ചെയ്യാണ്. ബബിത ഒരു ചെറുക്കനെയും വിളിച്ചു വരുത്തിയിട്ടുണ്ട്. ചെറുക്കണോ? ആരാ കുഞ്ഞെ? അറിയില്ല മുത്തശ്ശി, ഫ്രണ്ടാണെന്നാ പറഞ്ഞത്. അയ്യോ എന്ന് മുത്തശ്ശി പറയുമ്പോൾ അലീന പറയുന്നുണ്ട് കേട്ടോ, അച്ഛനും അമ്മയും ഇല്ലാത്ത സമയത്താണ് ഫ്രണ്ടിനെ വിളിച്ചു വരുത്തേണ്ടത് എന്നങ്ങ് പറയുന്നതും മുത്തശ്ശി പറയും, കുഞ്ഞെ അവളെ ഞാൻ വിളിക്കുന്നുണ്ടെന്ന് പറ. മുത്തശ്ശി, അവളെ ഞാൻ പറഞ്ഞാലൊന്നും കേൾക്കില്ല, നീ ഞാൻ വിളിക്കുന്നുണ്ടെന്നൊന്ന് പറ മോളെ എന്ന് പറഞ്ഞ അലീനയെ വീണ്ടും വിടാണ് കേട്ടോ. അപ്പോഴേക്കും ബബിത ആ ചെറുക്കനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ, വീണ്ടും വരുന്നുണ്ട് സ്പൈ. എന്താ എന്ന് ചോദിക്കുമ്പോൾ അലീന പറയും, മുത്തശ്ശി നിന്നെ വിളിക്കുന്നുണ്ട്. ഓ, അപ്പോഴേക്കും മുത്തശ്ശിയുടെ അടുത്തൊക്കെ പോയി പറഞ്ഞോ? എനിക്ക് പറയാതിരിക്കാൻ തോന്നിയില്ല ബബിതേ. മുത്തശ്ശി എന്നെ മൂക്കി കയറ്റോ എന്ന് പറഞ്ഞിട്ട് അമലിനോട് പറയും, അമലെ ഞാൻ മുത്തശ്ശിയെ ഒന്ന് കണ്ടിട്ട് വരാന്ന് പറഞ്ഞിട്ട് മുത്തശ്ശിയുടെ റൂമിലോട്ട് പോവാണ് കേട്ടോ. മുത്തശ്ശി എന്നെ വിളിച്ചോ? ആ ഞാൻ വിളിച്ചു. നിന്നെ കാണാൻ ഏതോ ഒരു ചെക്കൻ വന്നെന്ന് അലീന പറഞ്ഞല്ലോ, എന്തിനാ വന്നേ എന്ന് ചോദിക്കുമ്പോൾ ബബിത പറയും, പെണ്ണ് കാണാൻ വന്നതാ. എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഇത്രയും ചെറുപ്പത്തിൽ ഇങ്ങനെയൊക്കെ വേണോ ബബിത മോളെ എന്ന് ചോദിക്കാട്ടോ മുത്തശ്ശി. എങ്ങനെ വേണോന്ന്? അല്ല, നിന്റെ അച്ഛനും അമ്മയും ഇല്ലാത്ത സമയത്ത് തന്നെ എന്നങ്ങ് ചോദിക്കുമ്പോൾ ബബിത പറയും, മുത്തശ്ശിക്ക് തിന്നാനും കുടിക്കാനും കിട്ടുന്നില്ലേ? ഉവ്, എങ്കിൽ പിന്നെ അതൊക്കെ തിന്നും കുടിച്ചു അവിടെ കിടന്നാ പോരെ, മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടണോ? മുത്തശ്ശിയുടെ കാര്യം നോക്ക് എന്നും പറഞ്ഞ് ബബിത അങ്ങ് പോവാണ് കേട്ടോ. ആ പോണ പോക്കി തന്നെ അലീനയോട് പറയുന്നുണ്ട്, നിന്റെ സൂക്കേട് തീർന്നോ, നിന്റെ സ്പൈ വർക്ക് തീർന്നോ എന്ന് ചോദിച്ചിട്ടാണ് കേട്ടോ പോകുന്നത്. എന്നിട്ട് നേരെ അമലിനെയും കൊണ്ട്, അമലെ നമുക്ക് ഇവിടെ ഇരിക്കണ്ട, എന്റെ റൂമിലേക്ക് പോവാന്ന് പറഞ്ഞിട്ട് മുകളിലേക്ക് പോവാണ് കേട്ടോ. അപ്പോഴേക്കും അലീന വന്നിട്ട് തടയുന്നുണ്ട്. ബബിതേ, ഇവനെയും വിളിച്ച് നീ എങ്ങോട്ടാ? ഞാൻ എൻ്റെ റൂമിലോട്ട്. അച്ഛൻ ഹാർട്ട് അറ്റാക്ക് വന്ന് ICUവിൽ കിടക്കുമ്പോൾ തന്നെ വേണോ നിനക്ക് ഇവനെയും വിളിച്ച് റൂമിൽ കയറ്റാൻ? ഹാർട്ട് അറ്റാക്ക് ആയ അച്ഛനെ കാണാൻ വയ്യ, അവനെ വിളിച്ച് നിനക്ക് റൂം കാണിക്കാനാണ് താല്പര്യം? നീ ആരടി ഇതൊക്കെ ചോദിക്കാൻ? എന്നോട് ഇതൊക്കെ ചോദിക്കാൻ നിനക്ക് എന്ത് ധൈര്യാന്നൊക്കെ ചോദിക്കാൻ കേട്ടോ ബബിത. ഞാനിവിടെ ഉള്ളപ്പോൾ ഇതൊന്നും നടക്കില്ല ബബിത. ഞാൻ പോയി കഴിഞ്ഞിട്ട് നീ എന്താന്ന് വെച്ചാ ചെയ്തോ, ഒന്നും ഞാൻ അറിയുന്നില്ലല്ലോ. നീ ഞാൻ പറഞ്ഞത് കേൾക്കാതെ പോയാൽ ഞാൻ ഇപ്പൊ തന്നെ മനുവേട്ടനെയും മാഡത്തെയും വിവരം അറിയിക്കും. രോഹിത്തും അന്ന് ഇങ്ങനെ തന്നെയായിരുന്നു ഒരു പെൺകുട്ടിയെ വിളിച്ചോണ്ട് വന്നത് എന്നങ്ങ് പറയുന്നതും ബബിത അമലിനോട് പറയുന്നുണ്ട്, ബാ അമലെ നമുക്ക് പോവാം എന്നും പറഞ്ഞ് അവര് ബൈക്കിൽ കയറി പോവാൻ വേണ്ടിട്ട് നോക്കുകയാണേ. അപ്പോഴേക്കും നമ്മുടെ അലീന ഓടിച്ചെന്ന് വിളിക്കുന്നുണ്ട് കേട്ടോ, ബബിത പോവരുത് എന്നൊക്കെ പറയുന്നത് കേൾക്കാതെ അവര് പോകുന്നുണ്ടേ. നേരെ വീണ്ടും മുത്തശ്ശിയുടെ അടുത്ത് വന്നിട്ട് പറയും, അവൻ പോയി മുത്തശ്ശി. പോയോ? എങ്ങോട്ട് എന്ന് ചോദിക്കുമ്പോൾ അവൾ അവനെ അവളുടെ ബെഡ്റൂം കാണിക്കാൻ വേണ്ടിട്ട് പോയി. അയ്യോ, എന്താ കുഞ്ഞെ നീ പറയുന്നത്? അതെ മുത്തശ്ശി, അച്ഛൻ ഈ വെയ്യാതെ കിടക്കുമ്പോ തന്നെ വേണോ മോൾക്ക് അവന് ബെഡ്റൂം കാണിച്ചു കൊടുക്കാൻ? നമ്മൾ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല, അവർ പോകാനുള്ളിടത്തൊക്കെ പോകും, ചെയ്യാനുള്ളതൊക്കെ ചെയ്യും എന്നങ്ങ് പറയുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് കേട്ടോ, എന്തൊക്കെ കാണണം എന്റെ ദൈവമേ, വളർത്തു ദോഷം അല്ലാതെ എന്ത് പറയാനാ മോളെ, നീ ആ വൈജയെ വിളിച്ചൊന്ന് പറ എന്ന് പറയുമ്പോൾ എനിക്കെങ്ങും വയ്യ മുത്തശ്ശി, മേഡത്തെ വിളിച്ച് ഞാനിത് പറഞ്ഞ അവള് പോയിക്കോട്ടെ, നിനക്കെന്താ കാര്യം എന്നാ ചോദിക്കാം, അതുകൊണ്ട് ഞാനില്ല വിളിക്കാൻ എന്ന് പറയുമ്പോഴേക്കും അതൊന്ന് ഡയൽ ചെയ്ത് തന്നെ, ഞാൻ വിളിക്കാം എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശി ഡയൽ ചെയ്തിട്ട് വിളിക്കാണ് കേട്ടോ. അപ്പോൾ എൻഗേജ്ഡ് ആണ്. അവരെങ്ങോട്ടാ പോയത് അലീന എന്ന് ചോദിക്കുമ്പോൾ അറിഞ്ഞൂടാ മുത്തശ്ശി എന്ന് പറഞ്ഞിട്ട് ടെൻഷനോടെ നിൽക്കാൻ കേട്ടോ നമ്മുടെ അലീന. തുടർന്ന് ഗംഗാധരനും മാലതിയും
കടപ്പാട്ടൂർ വീട്ടിലേക്ക് എത്താണ് കേട്ടോ. അങ്ങനെ വാതിൽ തുറന്ന് കാണുന്നത് തന്നെ നമ്മുടെ അലീന കൊച്ചിനെ ആയിരിക്കും. അത്രയായിരുന്നു ഇന്നത്തെ എപ്പിസോഡ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ബൈ.